ഞാൻ എപ്പോഴും ആൾക്കാരെ ചോദിക്കാം, എനിക്ക് ഒരു റഫ്ലി അറിയാം, പക്ഷെ ഇതിന്റെ പിന്നിലത്തെ ഐതിഹ്യം എന്താണ്? ഈ എടക്കേനിലെ ഇത് കെട്ടില്ലല്ലേ, കമ്പിളി നൂലുകൾ കൊണ്ടാണ് അത് നിർമ്മിക്കുക. പൊടിപ്പെന്നാണ് അതിന് പറയാ. പൊടിപ്പ്. 64 കലകളെ സൂചിപ്പിച്ചാണ് എടക്കയുടെ പൊടിപ്പ് വരിക. 64 കലകൾ കെട്ടിയേക്കണ 4 ജീവക്കോലിലാണ്. ഇതാണ് ഒരു ജീവക്കോല്. ഇതുമാതിരി 4 എണ്ണം ഉണ്ട് ഒരു ഇടയ്ക്കല്. അത് 4 വേദങ്ങള്. പിന്നെ ഇടയ്ക്ക കോർക്കുന്നത് ഈ വട്ടത്തില് 6 ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങളിൽ കൂടെയാണ് ഇടയ്ക്ക ചരട് കോർക്കുക. 6 ദ്വാരങ്ങൾ 6 ശാസ്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ശിക്ഷ, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം, വ്യാകരണം, അങ്ങനെ 6 ശാസ്ത്രങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. എന്നിരുന്നാലും ഇത്ര പവിത്രമായ ഒരു ഉപകരണം നമ്മൾ കോർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിലത്ത് വയ്ക്കാറില്ല എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും തൂക്കിയിടുക, അല്ലെങ്കിൽ തോളത്ത് വെക്കുക. അമ്പലത്തിലേക്ക് ഇത് താഴത്ത് വെക്കുക. എന്തൊക്കെ ഇൻഫർമേഷൻസ് അല്ലേ.